എന്നാ പരിപാടി? ഇനിയൊന്നും പരിപാടിയില്ല. ഇനി നമ്മളെ ഇടയ്ക്ക് കഴിച്ചില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നും പരിപാടിയില്ല. പ്ലെയിൻ വരുമ്പോ നമ്മളങ്ങ് പ്ലെയിനിൽ കയറി ദുബായിലോട്ട് എത്തും. പിന്നെ നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറി എല്ലാം ഇനി അവിടെ കാണാൻ പോകും. എല്ലാ സ്ഥലവും അറിയാലോ അല്ലേ? അന്ന് നമ്മള് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തല്ലേ? ഇനിയിപ്പോ ലോഞ്ചിൽ പോയി വെയിറ്റ് ചെയ്താ മതി. ലോഞ്ചിൽ പോയി വെയിറ്റ് ചെയ്താ മതി. ഫ്ലൈറ്റ് വരും. ഫ്ലൈറ്റ് ഉടനെ വരും. അപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ ട്രിപ്പ് ഭയങ്കര നല്ലതാ. പിന്നെ നമ്മളുടെ ശിവാനി ആന്റണി എല്ലാം റൂമെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് വരണം എന്നുള്ള വിചാരമില്ലോ. അവര് നമ്മള് വെയിറ്റ് ചെയ്യാണല്ലേ അവിടെ? എന്തൊക്കെയാണ് വിശേഷം? ഞാനൊന്ന് പറഞ്ഞില്ലെന്നോ ദുബായിൽ വരുമെന്ന്. അപ്പൊ ചെക്കിനെല്ലാം കഴിഞ്ഞ് നമ്മള് ഇനി നേരെ ദുബായിലേക്ക് അപ്പൊ സെറ്റല്ലേ? എല്ലാം സെറ്റാ. നമ്മുടെ റൂമും സെറ്റാ. ഇനി നമുക്ക് ഇനി ശരി ദുബായ് വെച്ചാണോ? ഓക്കെ, ഫ്ലൈറ്റിൽ ഇരുന്ന് കാണാം. ഓക്കെ, ബൈ. രാജാവിന്റെ പാലസിലാ. എമിറേറ്റ്സ് പാലസിലാണോ നമ്മള്? എങ്ങനെയുണ്ട് ഈ പാലസ് കണ്ടിട്ട്? നന്നായിട്ടുണ്ട്. ടോയ്ലറ്റെല്ലാം ഗോൾഡനാ. അനുവിന്റെ ഹൈലൈറ്റ് ടോയ്ലറ്റ് ആയിരുന്നോ? അനുവിന് ഇഷ്ടമായ ടോയ്ലറ്റ് ആണോ? ഗോൾഡൻ തിങ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അടിപൊളി. നമുക്ക് വീട്ടിലിങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കണം. നന്നായിട്ട് ഇങ്ങനെ അറിയിച്ച നല്ലതന്നെ. പക്ഷെ നമുക്ക് കാശ് ചെലവാകും. അത് ശരി. ഈ ടൈല് എല്ലാം നല്ല ഡ്രസ്സാട്ടോ. ഇങ്ങനെ ടൈലെല്ലാം ഭയങ്കര രസാ. പിന്നെ ലൈറ്റ് പിന്നെ ഇങ്ങനെ രാജാവിന്റെ പല സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഇതില്ലേ, ഇങ്ങനെ ടൈലിന്റെ ഷേപ്പ്. രാജാവിന്റെ ഗോൾസ് ഉണ്ട്. ഗോൾസ് ഒക്കെ ഡിസ്പ്ലേ ഉണ്ട്, ഡയമണ്ട്സ് ഒക്കെ ഡിസ്പ്ലേ ഉണ്ടല്ലേ? പിന്നെ ക്ലോക്സ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ രാജാവിന്റെ ഷേപ്പ് ഗോൾഡ് കോയിൻ. പിന്നെ ഇതാണ് രാജാവിന്റെ സാധനങ്ങള് കേട്ടോ. ഈ സാധനങ്ങള് മൊത്തം രാജാവിന്റെ. പിന്നെ ഇവിടെ സീറ്റ്സ് ഉണ്ട് താഴെ വേണമെങ്കിൽ. പിന്നെ ഗോൾഡൻ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഗോൾഡൻ ലിഫ്റ്റ് ഉണ്ടോ? അടിപൊളി. അനുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടായില്ലേ? പിന്നെ ഈ രാജാവിന്റെ ഇങ്ങനെ ജ്വല്ലറീസ് ഉണ്ട്. അനു ടയേർഡായോ? എവിടേക്ക് പോയി നമ്മള് ഇത്രയും ദിവസം കൊണ്ട്? നമ്മളെ ട്രിപ്സിന് പോയി. ഏതൊക്കെ ട്രിപ്സിനാ പോയി? എവിടേക്ക് നമ്മള് വിസിറ്റ് ചെയ്തേക്കണേ? ഡെസേർട്ട് സഫാരി, പിന്നെ മിറക്കിൾ ഗാർഡൻ പോയി. പിന്നെ കൊറേ സ്ഥലത്ത് പോയി. ഏതാ അനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏതാ? എനിക്ക് രാജാവിന്റെ സ്ഥലം ആണ്. ഈ എമിറേറ്റ്സ് പാലസ് അടിപൊളിയാ അല്ലേ? രാജാവിന്റെ സ്ഥലവും പിന്നെ നമ്മള് കളിച്ചില്ലേ അവിടെ പോയി. സീ വേൾഡ്. പിന്നെ പോയി കളിച്ചില്ലേ അവിടെ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീ വേൾഡ്. ഡെസേർട്ട് സഫാരി എങ്ങനെ ഉണ്ടായിരുന്നു? ഡെസേർട്ട് സഫാരിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് വീട്ടില് എന്തോ സ്പെഷ്യലായി
വെച്ചിട്ടുണ്ട്. ആണോ? അത് ഇന്ന് വൈകുന്നേരം അല്ലേ? ഇന്ന് വൈകുന്നേരം നമ്മൾ കസിൻസിന്റെ കൂടെ ബീച്ചിലൊക്കെ പോവാനുണ്ട്. പിന്നെ നമ്മുടെ ആ മെഹന്തി ഇട്ടത് പോയോ? കാണിച്ച്. ഓ അതിപ്പോഴും ഉണ്ടല്ലേ? ഓ അടിപൊളി. എന്റെ കയ്യിലുണ്ട് അത്. പക്ഷെ പോവും പെട്ടെന്ന്. ശരിയാ. പക്ഷെ ഇത് 2 ദിവസമായില്ലേ? ഇത് 2 ദിവസമായി. ഞാൻ വെള്ളം തെറിപ്പിക്കുമ്പോ അത് പോവും. അത് കുഴപ്പമില്ല. പക്ഷെ 2 ദിവസത്തെ നമുക്ക് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇന്ന് ഇനി എമിറേറ്റ്സ് പാലസ് കഴിഞ്ഞിട്ട് കുറച്ച് പേര് സൈറ്റ് സീയിങ് കൂടി ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ബുർജ് ഖലീഫ എങ്ങനെയുണ്ടായിരുന്നു കാണാൻ പോയിട്ട്? ആ ഫൗണ്ടൈൻ എങ്ങനെയുണ്ടായിരുന്നു? ബുർജ് ഖലീഫ ഫൗണ്ടൈൻ. ദുബായ് നമ്മളുടെ മനസ്സിന് വിട്ടുപോയില്ല. ദുബായാണ് ഏറ്റവും നല്ല പ്ലേസ്. ആണോ? ഓക്കെ. നല്ല വിശേഷം. സുഖം. ഇനി വേറെ പണിയൊന്നുമില്ലല്ലോ. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എല്ലാം നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞില്ലേ? ഇനി കൊച്ചി ചെന്നിട്ടിനി വേറെ പണിയൊന്നുമില്ലല്ലോ. കൊച്ചി ചെന്ന് കഴിഞ്ഞാൽ ജോലിയുണ്ട്. ഇപ്പൊ നാളെ നമുക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ? പിന്നെ നമ്മുടെ സമ്മാനങ്ങളെല്ലാം പൊട്ടിക്കണേ. അതൊക്കെ പൊട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല. അന്നു ഹാപ്പിയാണോ? മാഷ്മലോ എനിക്ക് ഒരെണ്ണം കഴിക്കണം എന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട്. തരാം, കുഴപ്പമില്ല. ഞാൻ കണ്ണന്റെ ഇതും കണ്ണന്റെ ഇതും എനിക്ക് ഐബോൾ ജെല്ലി അതും തരാം. പിന്നെയോ? പിന്നെ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ ദുബായിലുള്ള പരിപാടികളൊക്കെ? ഇനി ദുബായിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കോളേജസ് കഴിഞ്ഞില്ലേ? പിന്നെ എന്താ ഇങ്ങനെ കാത്തുന്നു? കോളേജസ് കഴിഞ്ഞില്ലേ? പിന്നെന്താ ഇനി കാത്തു നിൽക്കണം? എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പൊ നമുക്ക് നാട്ടിലേക്ക് പോകാം. അടിപൊളി.